അയ്യോ എന്തൊരു ഉറക്കം ഇത്. ഡേയ് ടോമേ ടോമേ ഞാൻ ഒന്നും ചെയ്യില്ല സാറേ. സാർ എന്നെ അടിച്ചിട്ട് സാറാ പോലീസ് സ്റ്റേഷൻ അല്ലായിരുന്നോ? പോലീസ് ആ ഇതാ പറയുന്നത്. കിടന്നുറങ്ങുമ്പോഴേ ഈ പോലീസിന്റെ സിനിമയൊക്കെ കണ്ടുകൊണ്ട് കിടന്നാൽ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണും. അയ്യാ വക്കീലോടെ വക്കീലല്ലോ. വക്കീലും പോയിട്ട് നമ്മളെ ജസി അവിടെ അടുക്കളയിൽ അമ്മരോടൊന്നും ജോലിയൊക്കെ ചെയ്യുന്നു. ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടേ? ഞാൻ നീ അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. ആ അവിടെ പുതിയ ഉടായ്പല്ലോ കാണിച്ചു കാണും. അതല്ലെന്ന് പിന്നെന്ത്? എനിക്ക് വയ്യ. നിനക്കെന്ത് വയ്യ? എനിക്ക് ഒന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് വയറിളക്കം. വയറിളക്കോ? ഇത്ര പെട്ടെന്ന് വയറിളക്കം വന്നോ? രാത്രി വയറിളക്കൊണ്ട് ഇപ്പൊ വയ്യ. ആ വയറിളക്കം നോക്കി ഞാൻ ഒരു ഗുളിക തരാം, അത് കഴിച്ചിട്ട് ഓഫീസിൽ പോകും. പനിയൊക്കെ ഉണ്ട്. അത് പനിയൊന്നുമില്ല, ഞാൻ ഇപ്പൊ തൊട്ട് നോക്കിയല്ലേ. അത് ഉള്ളിലാണ് പനി. പണ്ട് നീ ഇങ്ങനെ തന്നെ സ്കൂളിൽ പോകാൻ നേരത്ത് രാവിലെ നിനക്ക് ഇല്ലാത്ത അസുഖങ്ങൾ, കൈ വയ്യ കാല് വേദന അത് ഇതെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാതിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു അസുഖമില്ല. അവൻ്റെ ഓരോ നമ്പർ, ആ നമ്പറുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അത് മാറണത് കുറച്ച് കഴിയുമ്പോൾ. അയ്യടാ നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയാലല്ല. നീ വേഷം കെട്ടാത്ത പരിയേക്ക് വേറെ വേഷം മാറി ഓഫീസിൽ പോകാൻ നോക്ക്. മുമ്പ് ഞാൻ ഓഫീസിൽ പോകണമായിരുന്നല്ലോ കുഴപ്പം. ഇപ്പൊ പിന്നെ തോന്നുന്നു പെട്ടെന്ന് എന്നെ കള്ളൊരു സ്നേഹം എൻ്റെ ഓഫീസിലെടുത്ത്. എടാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കേണ്ട ആരെന്നറിയാമോ? എനിക്കറിയാം. ആരെ? ഭാര്യയല്ല. പിന്നെ ആരെ? അപ്പുറത്തോട്ടുള്ള ഭാര്യ. അത് നിന്റെ സ്വഭാവം. അപ്പുറത്തെ വീട്ടിലെ ഭാര്യ പോയി സ്നേഹിക്കുന്നത്. എടാ നമ്മൾ നമ്മുടെ തൊഴിലിനെയാണ് സ്നേഹിക്കാറുള്ളത്. ആ തൊഴിലുണ്ടല്ലേ നമ്മൾ അന്നം ഉണ്ണുന്നത്. അപ്പോൾ തൊഴിലിനെ ഏറ്റവും പവിത്രമായിട്ട് നമ്മൾ സ്നേഹിക്കണം. അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമില്ലേ. ഇടയ്ക്ക് വെച്ചാൽ അത് നിർത്തി പോകാൻ പറ്റുമോ? അതിങ്ങനെ ഉഴപ്പ് കാണിച്ചാൽ അല്ല ശോഭിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൊഴിലിനെയാണോ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാനുള്ളത്. വേഗം പോയി റെഡിയായി ഓഫീസിൽ പോകാൻ നോക്ക്. വേഗം റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ നോക്കാൻ. അപ്പൊ ശ്വാസം വിടും. അപ്പൊ ഒരു ശ്വാസം എന്തെല്ലാം കാര്യം പറയും. അപ്പൊ ശ്വാസം വിടാത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡി നടക്കും. നീ ഇങ്ങനെ മൂടി പോയി ഒരു ഉത്തരവാദിത്തം കയറി കിടക്കില്ലേ? അപ്പൊ ശ്വാസം വിടാത്തിന്റെ പറയാൻ നടന്നിട്ടില്ല എന്തെങ്കിലും പ്രയോജനമുള്ളൂ. പെട്ടെന്ന് റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. എന്ത് നല്ല ദിവസം. ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ഇങ്ങനെ വേണം തുടങ്ങാൻ. അങ്ങനെ തന്നെ വേണം. ഉത്തരവാദിത്തം ഇല്ലാത്ത ഞാൻ പൊയ്ക്കോളാം. എവിടെ പോകുന്ന കാര്യം പറഞ്ഞേ? ഓഫീസിൽ പോകണില്ലെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുന്നു. ഓഫീസിൽ പോകാൻ തീരുമാനിച്ചോ? പിന്നെ എന്റെ പട്ടി പോകും ഓഫീസിൽ. പിന്നെ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടാണ് നമ്മളിപ്പോ ഒരുമിച്ച് പോകാൻ പോവുകയാണ്. ഒരു കാര്യം മാത്രം എനിക്കറിയാം, നമ്മൾ പോവും, പക്ഷെ ഓഫീസിലല്ല. അതെനിക്ക് മനസ്സിലായി. നൈസായിട്ട് സ്ഥലം വിടാനായിരിക്കും. അതെ. അല്ല പപ്പ എന്താ വന്ന് പറഞ്ഞത്? ഓരോ ദിവസം ഓരോ ഗുണമാണടി. ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. നീ എന്തിനാ അവിടെ കെട്ടിയെടുക്കുന്നത്? അത്ര ഭയങ്കര ഓഫീസാണ്, വേറെ വല്ല നല്ല പണിക്കും പോകുന്നു. ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള കട്ടി വാക്കുകൾ വെച്ച് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയണം പണിക്ക് പോകണം, പോവാതിരിക്കാനേ പാടില്ല. ഇതാ അങ്ങനെ വരണം. അപ്പൊ നമ്മള് വീണ്ടും പഴയതുപോലെ ഒളിച്ചോടാൻ പോവാ? എന്ന് വെച്ചോ എങ്ങോട്ട് പോകണം? കന്യാകുമാരിയിലോട്ടായിരിക്കും. കന്യാകുമാരി പോ. എന്റെ പൊന്നിട്ടോമ്മ നമ്മള് പോയിട്ട് ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നില്ലെങ്കിൽ പപ്പയ്ക്ക് സംശയം തോന്നത്തില്ലേ? അത് പപ്പ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് കാര്യം പറയാം. പപ്പ വിശ്വസിക്കുവോ? വിശ്വസിപ്പിക്കട്ടെ. അല്ല ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ അത്രയും കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ കന്യാകുമാരി തന്നെ. കന്യാകുമാരി എങ്കിൽ കന്യാകുമാരി. പക്ഷെ സമാധാനമായിട്ട് ഇന്ന് വരെ അവിടെ പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ പ്രശ്നം, ഈ പ്രാവശ്യം ഈ പ്രശ്നങ്ങൾ മാറാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവല്ലേ. പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു ബുള്ളറ്റ് ഓടിപ്പല്ലേ നമ്മുടെ ജീവിതം. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ബുള്ളറ്റിലാണോ? യെസ്. എന്റെ പൊന്നു ടോമേ, കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിൽ ഓടിപ്പോയപ്പോഴും ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചതാ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് ബുള്ളറ്റിൽ പോകണമെന്ന്. അത് ഇത്ര പെട്ടെന്ന് സാധിക്കും ഞാൻ കരുതിയില്ല. അങ്ങനെ നേരത്തെ അമ്മലത് പറയുള്ളൂ. എനിക്ക് ബുള്ളറ്റ് യാത്ര നേരത്തെ ആക്കായിരുന്നു. എന്നാ നന്നായേനെ. അല്ല അപ്പൊ ഞാൻ കൊറേ ഡ്രസ്സൊക്കെ എടുക്കട്ടെ? കുറെ ഡ്രസ്സ് എടുക്കണ്ട, പിന്നെ എല്ലാം കുഴപ്പമായിട്ട് വാങ്ങിക്കാം. ഓഫീസിൽ പോണ പോലെ നമ്മൾ പോകുന്നു. വീണ്ടും ആ പഴയ സ്ട്രാറ്റജി. അത്രേ ഉള്ളു. സത്യം പറ, ഇതിന്റെ പുറകിൽ നിങ്ങളുടെ പപ്പ തന്നെയല്ലേ? ചെന്ന് പറഞ്ഞു കൊടുക്കല്ലോ. പപ്പയ്ക്ക് ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തേ ഉള്ളൂ. കന്യാകുമാരി ഞാൻ റെഡി ആവട്ടെ. ഓ